ഇനി വയനാട്ടിലേക്ക് പോയാൽ അവിടെ ചീരാലിൽ വീണ്ടും പുലിയുടെ ആക്രമണമുണ്ടായി. ചീരാൽ പുളിഞ്ചാൽ കാടൻ തൊടി വീട്ടിൽ സെയ്തലവയുടെ തൊഴുത്തിൽ കെട്ടിയിട്ട പശുക്കിടാവിനെ പുലി കൊന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ നൽകും. ഫൈസൽ, ഇതിപ്പോൾ ചീരാലിൽ പുലി ഇറങ്ങുന്നത് പതിവായിട്ടുണ്ട്. വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ്. എന്താണ് അവിടെ നടക്കുന്നത്? അധികൃതർ സ്ഥലത്തെത്തിയിട്ടുണ്ടോ? എന്താണ് അവർ നൽകുന്ന വിശദീകരണം? പുലിയെ പിടിക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ? ആരതി, വയനാട് ബത്തേരി ചീരാലിൽ വന്യമൃഗശല്യം അതിരൂക്ഷമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ പുലിയുടെ സാന്നിധ്യം തന്നെ മാസങ്ങളായി പ്രദേശത്തുണ്ട്. ബത്തേരി, നെന്മേനി, ചീരാൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പുലി പല ഭാഗത്തും, അത് വീട്ടുമുറ്റത്ത് ഉൾപ്പെടെ പുലിയെത്തിയ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. അതിന് പുറമെ കഴിഞ്ഞ ദിവസം കരടിയും ഈ ഒരു പ്രദേശത്ത് എത്തിയിരുന്നു. ഇതിന് തുടർച്ചയാണ് ഇന്ന് പുലർച്ചെ ഒരു പുലിയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. തൊഴുത്തിൽ കെട്ടിയ സെയ്തലവി എന്നയാളുടെ വീട്ടിലെ തൊഴുത്തിൽ കെട്ടിയിരിക്കുന്ന പശുക്കിടാവിനെയാണ് പകുതി ഭക്ഷിച്ച് പുലി ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത്. എന്തായാലും തുടരുന്ന ഈ വന്യമൃഗ ശല്യത്തിൽ പുലി ഉൾപ്പെടെ, കരടി, അതുപോലെ കടുവ ഉൾപ്പെടെ ഇറങ്ങുന്ന ഒരു മേഖല കൂടിയാണ്. ആളുകളൊക്കെ തന്നെ വലിയ ആശങ്കയിലാണ്. ഇന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രാവിലെ പ്രദേശത്ത് എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. അവർ വനംവകുപ്പ് തന്നെയാണ് ഇത് പുലിയാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ളത്. മുമ്പ് പലതവണ ഈ പ്രദേശത്ത് കൂടൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ഈ കൂട്ടിലൊന്നും തന്നെ പുലി അകപ്പെടാത്ത ഒരു സാഹചര്യം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ കൂടുകൾ സ്ഥാപിച്ചുകൊണ്ട് പുലിയെ പിടികൂടാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആരതി.